ഒരു പാവം പെട നമ്മുടെ നാടൻ പെടയില്ലേ അതിന് പരുവാക്കി. കുറേ പേര് ചോദിച്ചത് പാലച്ചീരയുടെ തൈ എവിടെ നിന്ന് കിട്ടുന്നതാണ്. ആളുകളാണ്ട് റെസിപ്പികൾ അങ്ങനെ പറഞ്ഞു തന്നിരിക്കൊണ്ടിരിക്കുക ഓരോന്നോരോന്ന് ചെയ്യാനായിട്ട്. ചൂടുണ്ടോ? വായ്പൊള്ളിയാ അങ്ങനെ തന്നെ. ഇന്നേ നമ്മുടെ പാലച്ചീര കൊണ്ട് സാധനം ഉണ്ടാക്കാൻ പോണത്. അതിന് മുന്നേ നമ്മുടെ സുജിത അവിടെ കുറേ പണികൾ ചെയ്യണ്ടായിരുന്നു. അവളെ പണി കഴിഞ്ഞ് അവിടെ പോവാണ്, അടിച്ചു വാരൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് നമുക്ക് കുറേ കോഴികളുണ്ടല്ലോ, അവൾക്ക് കൂട്ടാൻ വയ്ക്കാനായിട്ട് നമ്മുടെ ഗടാഗടിയൻ ഒരു ചാത്തനെ കൊടുക്കാൻ പോവാം. ഈ ചാത്തന്മാരെ കൊണ്ട്, ഈ 2 ചാത്തന്മാരെ കൊണ്ട് തോറ്റു. ഒരു പാവം പെട നമ്മുടെ നാടൻ പെടയില്ലേ അതിന് പരുവാക്കി കണ്ടത്. ഈ പാവം പെട തന്നെ പരുവാക്കി. അപ്പോൾ ആ ഒരു വലിയ ഒരു ചാത്തനെ വലുതിനെ കൊടുക്കാൻ പോകും. ഒന്ന് ഇങ്ങോട്ട് അടച്ചിട്ട് സുജിത. ആ അതൊക്കെ കൊണ്ടുപോവാ. ഇവനെ ഒരു 4-4.5 കിലോ തൂക്കണ്ട് കേട്ടാ. കണ്ടോ? അപ്പോൾ പിന്നെ കെട്ടാം. ആദ്യം ഇങ്ങനെ പിടിക്കുന്നീ, അവൾക്ക് പേടി. നമുക്കിപ്പോൾ എന്തോ തിന്നാൻ പറ്റും, നൽകാനല്ലേ. നമുക്ക് ചാക്കിലാക്കാം. ചാക്കിലേക്ക് അവൾ കൊണ്ടുപോകട്ടെ. അപ്പോൾ നമ്മുടെ സുജിത നമ്മുടെ കോഴിച്ചാത്തനെ ഒരെണ്ണത്തിനെ കൊണ്ടുപോയി കോഴിപ്പിടകൾക്ക് കുറച്ചെണ്ണത്തിന് കുറച്ച് സമാധാനം കിട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലച്ചീര നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് പാലക് പൊറോട്ട എന്ന് പറയുന്നു. ഞങ്ങള് ഹിന്ദിക്കാരുടെ ചാനലിൽ നോക്കി യൂട്യൂബിൽ. അങ്ങനെ വിട്ടാൽ പറ്റില്ല. അപ്പോൾ പിന്നെ കുറേ പേര് കുറേ റെസിപ്പികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പാലച്ചീര അങ്ങോട്ട് നമുക്ക് പൊട്ടിക്കാൻ പോകാം. നമ്മൾ പാലച്ചീരയുടെ വീഡിയോ ഇന്നലെ ഇട്ടപ്പോഴേ എല്ലാവരും കുറേ പേര് ചോദിച്ചത് പാലച്ചീരയുടെ തൈ എവിടെ നിന്ന് കിട്ടുന്നതാണ്. ഭയങ്കര ആളുകൾക്ക് ഇത്രയൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാലച്ചീരയുടെ തൈകൾ മൊത്തത്തിൽ നമ്മൾ മുറിക്കാൻ കേട്ടോ. പാലച്ചീരയുടെ തൈ സാധാരണ എല്ലാവർക്കും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സ്ഥലത്ത് കാണിച്ചു തരട്ടാ. വേറെ ഒരു വീഡിയോയില്ല, വേറെ ദിവസം അതിൻ്റെ തൈ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ വലുതായില്ലോ. നോക്കിയപ്പോൾ നിറച്ച് ഇതിങ്ങനെ ഒരു ദിവസം മുറിച്ച് പോണ്. ഈ പാലച്ചീര ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളാണ്ട് റെസിപ്പികൾ അങ്ങനെ പറഞ്ഞു തന്നിരിക്കൊണ്ടിരിക്കുക ഓരോന്നോരോന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തൈ കിട്ടുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം. എല്ലാ സ്ഥലത്തും കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇതുകൊണ്ട് വേഗം ഓടാം. വെറുതെ കഴിക്കണം കേട്ടോ. ഇനി നമ്മൾ തിളപ്പിക്കാൻ പോവാണ്. വെറുതെ അരിയുണ്ട്. നമ്മുടെ ഈ വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ തണുത്ത വെള്ളം ഇവിടെ പാകമാക്കി വയ്ക്കണം കേട്ടോ. ബ്ലാഞ്ചിങ് അല്ലേ, അങ്ങനെയല്ല പറയാ. നമ്മൾ ഫസ്റ്റ് നമ്മളവിടെ പാലക്ക് ചീരി ഉണ്ടായപ്പോഴാണ് നമ്മൾ പാലക്ക് ചിക്കൻ വെച്ചില്ലേ. തരുതേ പാലക്ക് ചിക്കൻ അല്ലേ വെച്ചേ? എന്ന് നമ്മുടെ ആ ജ്യോതി ചേച്ചി വന്നു എന്നിട്ട് വെച്ചേ അത് പാലച്ചീര വാങ്ങിച്ചിട്ടല്ലേ വെച്ചേ? നമ്മുടെ വീട്ടിലത്തെ ആ മൂലന്ന് ഞാൻ പാലക്കിന്റെ 2 ഇതുണ്ടായിരുന്നു. അന്ന് ഉണ്ടാക്കിയത് ഓർമ്മയില്ല. അന്ന് നമ്മള് പാലച്ചീര ഇങ്ങനെ വേവിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ടില്ല, തണുത്ത വെള്ളത്തിലിട്ടില്ല. അപ്പൊ ഡൽഹിയിലത്തെ ഒരു ചേച്ചിയാണ് പറഞ്ഞത് പാലച്ചീര പൊട്ടിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ ഐസ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇട്ട് വെച്ചാലേ അതിന്റെ പച്ചപ്പ് പോകാണ്ടിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലായി? അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടാ? ചേട്ടനോടല്ലേ പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ടാവാ. കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി കുറെ നാളെ ഈ റെസിപ്പി അയച്ചു തന്നിട്ട് ഡൽഹിയിലത്തെ മലയാളിയാണ്. അപ്പോൾ അത് നമുക്ക് ഉടൻ തന്നെ ചെയ്യാട്ടാ. ഞാൻ മറന്നിട്ടില്ല, കുറേ പേര് അയച്ചതുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ പാലക്കില്ലേ കഴിക്കേണ്ടതാട്ടാ. എനിക്ക് തണ്ടൊക്കെ തണ്ടിട് അതാണ്ട് കിട്ടോ. ഇത് ഹെൽത്തി സാധനമാണ്. കണ്ട ഒരു 2 മിനിറ്റ് കേട്ടോ. 2 മിനിറ്റ് അതിൽ നിന്ന് കിടക്കണം. നല്ല കാലാവസ്ഥ, ഇന്നലത്തെ പോലെ ചൂടില്ല. ഇന്നലെ നട്ടുച്ച നേരത്തെ പൂച്ച തിരിഞ്ഞു വെയിലാറ് 5:30 സമയം
5:30 ഈ സമയത്ത് കാപ്പിക്ക് ചായക്ക് വൈകുന്നേരത്തേക്ക് ഒക്കെ പറ്റിയ സാധനം. 5:30. അപ്പോൾ ഇത് കഴിയുമ്പോൾ രാത്രി 8 മണിയാവുമല്ലോ. ഇത് 8 മണി. ഒരു പച്ചമണം വരുന്നുണ്ട്. വരുന്നുണ്ട്. തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് പച്ചവെള്ളത്തിലേക്ക് അത് കോരിടാം. പച്ചവെള്ളമല്ല, തണുത്ത വെള്ളം, ഐസ് വാട്ടർ. ഇതാണത് കോരിയെടുക്കണം നമ്മൾ. ഇതിന് മിക്സിയിൽ അരക്കണം കേട്ടോ. ഇത് അരയ്ക്കുമ്പോഴേ ഇതിൽ 3-5 വെളുത്തുള്ളി, പിന്നെ 4 പച്ചമുളക് ഞെട്ട് കളയണം. നമ്മളെ പച്ചമുളക് കേട്ടോ. ഇത് കൂട്ടിയിട്ട് അരച്ചിട്ട് പോകും നന്നായിട്ട്. അപ്പോൾ സരിത അത് അരച്ചു കൊണ്ടു കേട്ടോ. അതെ, നന്നായി അരച്ചു കൊണ്ടു കേട്ടോ. ഇത് അരച്ചു കൊണ്ടു. ഇനി നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാൻ പോവാണ്. 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കണം കേട്ടോ. 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് നമ്മൾ ഉണ്ടാക്കണം. ഗോതമ്പ് പൊടി ഇട്ടു. കണ്ടവനുണ്ടാവും കേട്ടോ. ഇല്ലേ, 1/2 കപ്പ് കൂടി ഇട്ടാൽ മതി. 2.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർക്കണം. ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കണം. പാലക്ക് അരച്ചത് ഒഴിക്കണം. ഇനി ഇതെല്ലാം കൂടി കുഴച്ച് ചപ്പാത്തി പരിപാടി. ആ ഉപ്പ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് ഒഴിച്ചാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, അത് ഇതാവും. ഇവിടെ ഇട്ടിട്ട് കുഴച്ചോട്ടെ. നീ ഇതിന് വടിച്ചെടുത്ത് തരാം അവസാനം. സരിതിനെ കുഴക്കുന്ന ആൾ കേട്ടാ. കഴിക്കിതല്ല ചേട്ടാ. അടിപൊളിയായിട്ട് കഴിക്കില്ലതാ. നമ്മുടെ മേശമേ കല്ലക്കനായിട്ട് ഒഴിക്കട്ടെ. നീ വേണേ പറഞ്ഞോട്ടെ. വെള്ളം നോക്കിയിട്ട് വെള്ളം ഒഴിച്ചോ. പോരാ ചേട്ടാ. ഇവിടേക്ക് ചെരിഞ്ഞോ, എന്നിട്ട് ആക്കിക്കോ ഒരുമിച്ച്. ചെരിഞ്ഞാക്കിക്കോ. വെള്ളം വേണം. വെള്ളം തരാൻ എന്തോരം വേണമല്ലോ. ഒഴിക്കട്ടെ. നമ്മുടെ മേശയ്ക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ആള് ഉള്ളിൽ ഇത്തിരി പൊള്ളയ കാരണം ടിസ്റ്റ് അടിക്കും. സരിത അവിടെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കൈ കൊണ്ടും തകർത്ത് കുഴക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സാധനം ചേർക്കാണ്ട് കൂട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ശരിക്കും സ്റ്റഫ്ഡ് ചപ്പാത്തിയാണ് അല്ലേ? സ്റ്റഫ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കണം. കണ്ടിട്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ടേസ്റ്റ് ആയിരിക്കും. ഇതിനിങ്ങനെ വെച്ചാൽ മതി. ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ 10 മിനിറ്റ് നേരം അവിടെ വയ്ക്കണം. എനക്കണ്ട് 10 മിനിറ്റ് നേരം വയ്ക്കി. ഇത് എന്നിട്ട് ഇച്ചിരി എണ്ണ ഇതിൻ്റെ മേലെ ആക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പം ഇതിവിടെ ഉണങ്ങും. നെയ്യാക്കിക്കോ ഒരു പൊട്ട്. മതി. ചന്ദനം പറ്റണം. ഇത് വരാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം കേട്ടോ. അവർ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്, മറ്റേ ഹിന്ദിക്കാർ കേട്ടോ. നമ്മൾ നെയ്യിൽ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഹെൽത്തി ആകുമ്പോൾ ഹെൽത്തി മാത്രമാണ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ നെയ്യ് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഇടണം. ജീരകം 2 കളിയായിരിക്കും. ആ ജീരകം അങ്ങോട്ട് ഒന്ന് മൂക്കുമ്പോൾ ഒരു പച്ചമുളക് അരിഞ്ഞത് കേട്ടോ. അങ്ങനെ പ്രത്യേകമാണല്ലേ. ഒരു കുറച്ച് ഇഞ്ചി പേസ്റ്റ്. നമ്മൾ ഈ നല്ല ജീരകത്തിൻ്റെ സാധനങ്ങൾ ചെയ്യാറില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ജീരകത്തിൻ്റെ മണം ഒരു നല്ലൊരു മണം കേട്ടോ. അതെ, അത് ചെയ്യുമ്പോൾ വേറൊരു മണം കറിക്ക് വരും. ഇഞ്ചി മൂത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സബോള അരിഞ്ഞത് കേട്ടോ. ഒരു സബോള കൊത്തി അരിഞ്ഞത് ഇടണം. ഇതിങ്ങനെയാണ് വാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഓയിൽ ഭയങ്കര കുറവ് പോലെ. ഉപ്പിട്ട് നെയ്യ് കൂടി കഴിച്ചാൽ ഇത് കംപ്ലീറ്റ് നെയ്യിലാണ് ചെയ്യണേ. നമ്മൾ നെയ്യിലാണ് മതിയോ? ഞാൻ പറഞ്ഞു ഹെൽത്ത് ചെയ്യുക കാരണം മറ്റേ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കും. അല്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കാമല്ലോ. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ത്രില്ലില്ല. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കണം കേട്ടോ. നെയ്യ് കുറവാണ് തോന്നിയില്ല. അത് കുഴപ്പമില്ല. ഒട്ടും ഓയിലിന്റെ ഒരു അംശമില്ലാത്ത പോലെ കാണും. പനീറിപ്പ് ചേർക്കുമല്ലോ. അപ്പോൾ ചെറിയൊരു നനവ് വരില്ലേ? ചെറുതായിട്ട് വേണ്ട.
ബട്ടർ ഒക്കെ ആണെങ്കിലല്ല അതിങ്ങനെ ഉരുകിയിട്ട് വരാം. ഇഞ്ചി ചതച്ചത് മുഴുവൻ ഇതുമ്മലിരിക്കണ്ടായിരുന്നെ. നമ്മളേ പനീറുണ്ട്, പനീർ എന്ന് പറഞ്ഞ സാധനം അത് നമുക്ക് ഇങ്ങോട്ട് പണിയുണ്ട് കേട്ടാ അല്ലേ ചേട്ടാ. കുറച്ച് പനീർ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. മറ്റേ പീസ് പനീറുണ്ട്, അതാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്തോരം വേണം പനീർ കരുതാൻ? ഇതിലേക്ക് ആവശ്യത്തിന് ജീരകത്തിൻ്റെ മണം ഒരു പ്രത്യേകമാണ് കേട്ടോ. നന്നായി പാടണം. അതിൻ്റെ കവറ് മാറ്റിയിട്ടില്ല. കവറുമ്പിൽ തോന്നുന്നില്ലേ? കവറുമ്പോൾ ഞാൻ പിടിച്ചു നോക്കണം. ജഗ്ഗുവിന് പനീർ ഇഷ്ടമല്ല. സബോള ഇങ്ങനെ വാടി വരുമ്പോൾ കുറച്ച് കുത്തിപ്പൊടി മുളക് കേട്ടാ. വാടിയിട്ടില്ല, അത്രയ്ക്ക് വാടിയാൽ മതി. ഇതൊക്കെ നമ്മുടെ ഐഡിയ പ്രകാരം ചെയ്യണതല്ലേ. പിന്നെ അവർ നമുക്ക് പറഞ്ഞു തരും, ഇന്ന മാതിരി എന്നൊക്കെ പറഞ്ഞു തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഐഡിയ പ്രകാരം ചെയ്യുന്നു. ഒന്നും പറയില്ലേ? ഇളക്കാറിയില്ലേ നിനക്ക്? അത്ര ചെയ്താ തുടങ്ങി ചേട്ടന്. ഇല്ലില്ലേ, സമാധാനപരമായിട്ടാണ് ചെയ്യണത്. അതിന്റെ സെന്ററിൽ കുത്തിയിളക്ക്. കുത്തിയിളക്കണം എന്തിനാ? അത് അവിടെ കേട്ടോ, സെന്ററിൽ തീ കൂടുതലല്ലേ കണ്ടോ? അങ്ങനെ അതന്നെ. എന്താ മുളക് മൂത്ത് തുടങ്ങിയ മുളക് എങ്ങനെ മൂക്ക? സബോള വാടിയിട്ടില്ലേ? അപ്പൊ സബോളയിലത്തെ വെള്ളം ഉണ്ടാവില്ലേ? സബോളയൊക്കെ ഒരു ഇതായി വല്ലാണ്ട് ഇപ്പോൾ ഇതാവാൻ പാടില്ല. ഇനി നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കണം കേട്ടോ. നീ അതാക്ക്. അത് ജീരകം അതിൽ 1 ടീസ്പൂൺ പറഞ്ഞത്. ഞാനിത് എൻ്റെ ഇതിന് കുറച്ച് നോക്കണേ. നമുക്ക് ഇതിനെ കുറച്ചൊന്നും മലയാളീകരിക്കായിരുന്നു. അല്ല ജീരകം എന്തായാലും നമ്മൾ പൊട്ടിച്ചുല്ലോ. പിന്നെ ഇത്രക്കധികം ജീരകപ്പൊടിയും കൂടി ആകുമ്പോൾ ജീരകത്തിന്റെ ഭയങ്കര കുത്തു വരാവോ. നോക്കി നോക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പനീർ ഇങ്ങനെയാക്കിയത് ഗ്രേറ്റ് ചെയ്തത് ഇടണം കേട്ടോ. പനീർ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. കുറവാന്ന് തോന്നുന്നു പനീർ. ഇത്രയുള്ള ആകെ ഫില്ലിങ്സ് ഈ കണ്ട ചപ്പാത്തിയുടെ ഇതിലേക്ക് പനീർ ഭയങ്കര കുറവാ. ഇപ്പം ഞാനാക്കാം. തീ എടുത്തണ തീ സ്ലോ ആക്കിക്കോ. ഒരു മിനിറ്റ്. ഒറടക്കാവോ? ഓറ ടച്ചിലറി ഓറ ഇങ്ങനെ കാണണല്ലോ. ഇളക്ക് ഇളക്ക് ഇളക്ക്. തീ വല്ലാണ്ട് തീ കുറച്ചതാ. തീ ഓഫ് ചെയ്തോ. ചൂടുണ്ട്, അതിന് ചൂടുണ്ടായുള്ളൂ. ഇത്രയും ഫീലിങ്സ് ഉള്ളോ അല്ലാണ്ട് അധികമൊന്നും പാടില്ല. മതി, കൈ അടച്ചു. ഫില്ലിങ്സ് കഴിയണ വരെ ഇതിലുള്ള ചപ്പാത്തി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ചപ്പാത്തിയാക്കാം. ഈ സാധനം ഞാൻ ചപ്പാത്തി പരത്തട്ടെ. ഈ സാധനം ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പരത്താനുള്ള കൂട്ടിട്ടാ. നമ്മൾ സരിത ഇത് ഉരുളകളായിട്ട് പരത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ പാത്രം വീണ്ടും അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ഇനി ഒരു ചട്നി ഉണ്ടാക്കാൻ പോകണം. നമ്മുടെ ഇതിലേക്ക് ചട്നി വല്ല അധികം പരത്തണ്ടല്ലോ. നന്നായി പരത്തിക്കുക. നിനക്ക് ഇഷ്ടം പോലെ പരത്തിക്കുക. ചപ്പാത്തിയിലേക്ക് ചട്നിയോ അല്ലേ ജഗ്ഗുവ? ഇതിൽ നമ്മൾ ഈ സാധനം പരത്തുന്നു കേട്ടോ. ഇട്ടാ മതി ചേട്ടൻ തൊട്ട് കാണിക്കണ്. എന്തായാലും ചെയ്യുന്നു. മതിയോ? ഇതിങ്ങനെ അവിടെ കുഴപ്പമില്ല. അങ്ങനെ മടക്കി രണ്ട് കൈ ഉണ്ടാക്കി ഒരു കയ്യിൽ ഈ സാധനം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അയ്യോ എൻ്റെ കൈമേ കൈ വന്നിട്ട് ശരി പതുക്കെ പരത്തി അത് ചേട്ടൻ്റെ കൈമ വെള്ളം ഉണ്ടായിരുന്നു. അത് ഒട്ടണേ. പരത്തി ഞാൻ പരത്താം. സമചതുരൻ ഇങ്ങനെ ചതുരനായിട്ട് തന്നെ ആക്കാട്ടാ. സൂക്ഷിച്ച് പരത്തണോ ചേട്ടന്? നീ പരത്തിയോ? കാര്യം ഇതിനിങ്ങനെ വയ്ക്കാം. ഉപ്പില്ലുണ്ണിയ ഇത് വേവാനായിട്ട് കുറച്ച് സമയം പിടിക്കട്ടെ ചേട്ടാ, കനുള്ള കാരണേ. നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചട്നി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു.
അത്ര മതി ചെറുത്. എന്തിയാ ആ നീ വല്ല ഉണ്ടായി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതാവും. പരത്തി നമ്മളിതിൽ എക്സ്പെർട്ടൊന്നും അല്ല കേട്ടാ. വേവിക്കാനുള്ള സാധനം എടുത്തിട്ടില്ല. ഒരു പാത്രത്തിലായി ഇതാ പോലെ എല്ലാം ചെയ്യാം. അതായത് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മളതിലേക്ക് 2 ഉണക്കമുളക് ഇടണം. പൊട്ടിച്ചിട്ടല്ലേ പൊട്ടിക്കുന്നത് വേണ്ട, തീന്ന് കുറയ്ക്കാമല്ലേ. അയ്യോ തീ കൂടുതലായി. അടുത്ത സാധനം വേഗം അത് എൻ്റെ കൈ കൊണ്ട് ഇടാൻ പറ്റില്ല. ആ കടലപ്പരിപ്പ് ഇതൊക്കെ ഇട്ടേ. കടലപ്പരിപ്പ്, ഉഴുന്നും പരിപ്പ്, കപ്പലണ്ടി ഭയങ്കര കുറവാണല്ലോ ചേട്ടാ. അയ്യോ തിന്നും തോന്നുന്നുണ്ട് ഇതൊന്ന് മൂപ്പിക്കാട്ടാ. അതാളവിന് കൊണ്ടുവച്ച സാധനല്ലേ, എന്നിട്ടാണോ എടുത്ത് തന്നേ? 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാ. ആ അത് കറക്റ്റാണ് കേട്ടോ. എന്നിട്ട് മൂപ്പിക്കുക. ഒരു എയിമായില്ലേ ചെയ്യാനായിട്ട്, ത്രില്ലായില്ലേ. നോക്കട്ടെ. ഇതിൽ 4 വെളുത്തുള്ളി ഇടാൻ മറന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ടുണ്ട്. അതൊന്ന് മുരിക്കുക. 2 സ്പൂൺ ഇടണ്ടോ? ആ നിനക്ക് ഇഷ്ടം കേട്ടോ. അയ്യണല്ലോ ഇതിലേക്ക്. ഈ കപ്പലണ്ടി ഇതൊക്കെ മൂത്തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ഇതൊക്കെ ഇനി ഇവിടെ നിന്നുള്ളതാണ് ആരും ചെയ്യാത്ത, നമ്മളൊന്നും ചെയ്യാത്തതാണ്. ഇത് 1 ടീസ്പൂൺ കടുക് കേട്ടോ. കടുക് ഇടണ കടുക്, ഒരു 3/4 ടീസ്പൂൺ ജീരകം വീണ്ടും കേട്ടോ. ജീരകം തരുതേ. ചട്നിയിൽ ജീരകം ഒഴിവാക്കായിരുന്നു ചേട്ടാ. പിന്നെ ഒരു കറിവേപ്പില, കുറച്ച് കറിവേപ്പില. ചട്നിയിലേ ജീരകം നമുക്ക് ഒഴിവാക്കായിരുന്നു. അത് പറഞ്ഞിട്ട് ഇത് കഴിക്കുമ്പോൾ അങ്ങനെ. ഇനി തീ ഓഫ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ. എന്തുകൊണ്ടില്ല സൗണ്ട്? അത് തീ ഓഫ് ചെയ്തിട്ടാ. പണി സ്ഥലത്ത് മോട്ടറിൻ്റെ സൗണ്ട് കേൾക്കണേ. തീ ഓഫ് ചെയ്തു. തണുക്കട്ടെ. നമ്മൾ ഈ സാധനം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് പൊടിക്കാനായിട്ട് പ്രത്യേകതരം ചട്നിയില്ലേ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ദോശയ്ക്ക് ഇതിനൊക്കെ ഉപയോഗിക്കാമല്ലോ. അല്ല സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാമല്ലോ. ചാറിലും ഇതിനൊക്കെ അറിയണേ ജഗ്ഗു പോണ് കണ്ടിട്ടാവും. ഇനി ഇത് പൊടിച്ചുകൊണ്ടിരണം കേട്ടോ. നമ്മൾ അരച്ചു പോകണം കേട്ടോ. അരയ്ക്കാന്ന് പറഞ്ഞാൽ പൊടിക്കുക. എന്നാൽ പൊടിക്കുന്ന ജാറിലാണ് ഇതേ പൊടിച്ചു കേട്ടോ. ആ ഇനി വെള്ളം ഒഴിക്കും. വെള്ളം ഉപ്പും ചേർന്ന് അരങ്ങി നീര് വെക്കണം. ഇതിങ്ങനെയാക്കി ആ ഇതിൽ ചെറുനാരങ്ങ നീര് ചേർക്കണേ. ജഗു ചെറുനാരങ്ങ നീര് കുഞ്ഞു ചെറുനാരങ്ങയാണല്ലോ. എവിടെന്നാ? ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചെറുനാരങ്ങയില്ലേ, ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നു. ചെറുനാരങ്ങ നീര് പുളിക്ക് അനുസരിച്ചാണ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി അരയ്ക്കും. ഇതാണ് നമ്മുടെ ചട്നിയുടെ സ്വഭാവം. ഈ അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ അരയ്ക്കുമ്പോൾ പൊന്തിപ്പൂട്ട് ചേട്ടാ. ഈ ജാറിലേ ഇത് കുഞ്ഞു ജാറായ കാരണം സൂക്ഷിച്ചരയ്ക്കേണ്ടി വരും കേട്ടാ. അല്ലെ പെട്ടെന്ന് മൂടി പൊന്തിയിട്ടേ ആകെ തെറിക്കും. ഇതിൽ നമ്മുടെ പ്രത്യേകമായ ചട്നിയാണ്. എങ്ങനെ ഉണ്ടാവും ദൈവത്തിനറിയാം. ഇനി കാച്ചൊഴിക്കലൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഇതിങ്ങനെയാണ് ചട്നി. തുറക്കണു. കട്ടി വേണമെങ്കിൽ എന്തോരം വേണമെങ്കിലും ആക്കാട്ടാ. ഇത് അയ്യോ ഈ പാത്രം ചെറുതായി. കുഴപ്പമില്ല. ഏത് പാത്രം? ഇത് ഏത്? അത് ചെറുതൊന്നല്ല. അല്ല ചെറുതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിൻ്റെ അടിയിലേക്കുള്ള ഉള്ളൂന്ന്. അപ്പൊ പാത്രം വലുതായി എന്നല്ല പറയാ. ആ പാത്രം വലുതായി. അതിനല്ലേ ഇത് കട്ടിയിട്ടാ. കട്ടി കുറച്ചോ? കട്ടി കുറയ്ക്കണമെങ്കിൽ വെള്ളം ഒഴിക്കണം മാത്രം. അത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മൂടിയും ഇതൊക്കെ കഴുകിയിട്ടേ കൂടി വെള്ളം ഒഴിച്ചാൽ മതി. സ്വല്പം വെള്ളം കൂടി, സ്വല്പം വെള്ളം കൂടി എടുക്കാല്ലേ. ഇതാ മൂടിയിൽ നല്ലോണം ഉണ്ട്.
ചട്നി നമ്മൾ ലൂസാക്കുന്നു. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇതാക്കാട്ടാ. പിന്നെ അയ്യോ വല്ലാണ്ട് ലൂസായി ചേട്ടാ. കട്ടി കുറയും. ആ കട്ടി കുറയും. ചട്നി രസമുണ്ട്. ഒരു പൊട്ടുപ്പ് ഉപ്പ് ചേർക്കാം. രസം കേട്ടാ. വേറൊരു രസം നമ്മൾ ഇതുവരെ കാണാത്തൊരു രസമാണ്. സ്വല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ചട്നി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ചപ്പാത്തി നമുക്ക് ചുടാം. നമ്മുടെ ദോശക്കല്ല് അറപ്പത്ത് വയ്ക്കണം. നമ്മുടെ ഈ ചപ്പാത്തിയുടെ തട്ട് ചൂടായിട്ടാ. അപ്പോൾ നമുക്ക് ഉദ്ഘാടനം സരിതിക്ക് ഉദ്ഘാടിക്കണ വയ്ക്കാൻ പോവാണ് കേട്ടോ. ചേട്ടാ ഓയിൽ ഒഴിച്ചില്ല. ഓയിൽ ഒഴിക്കണേ? നെയ്യാണ്. നെയ്യൊന്നും വേണ്ട. പിടിക്കുന്ന വേണ്ട. ഓയിൽ വെളിച്ചെണ്ണ മതിയേ. വെളിച്ചെണ്ണ. ഈ ചപ്പാത്തി ആയിട്ട് ചെറുതായിട്ട് വെളിച്ചെണ്ണ തുളിപ്പിക്കുന്നു നമ്മള്. തീ കുറയ്ക്കുണ്ണിയേ. അപ്പൊ കൂട്ടല്ലേ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ ഈ തട്ട് വേണ്ടെന്ന്. ഒരു സെന്റർ ചൂടാവുള്ള അത് കുഴപ്പമൊന്നുമില്ല. കരിയുള്ളത് വെന്ത് കിട്ടില്ല ചേട്ടാ. തീ കിട്ടൂ. തൊട്ട് അല്ല തൊട്ടേ പൊട്ട് വെളിച്ചെണ്ണ വയ്ക്കുന്നു കേട്ടോ. ഇത് വയ്ക്കാതെ ഒരെണ്ണത്തിലേക്കും കൂടി ആ ഉള്ളിൽ വെക്കാനുണ്ടാവുള്ളൂ ചേട്ടാ. ബാക്കിയുള്ളത് സാധാരണ പോലെ ഉണ്ടാക്കാം. മറിച്ചെടുപ്പ് കറക്റ്റ് തന്നെയാണ് നോക്കിയേ ചേട്ടാ. തീ വളരെ കുറവിൽ വേവിച്ചെടുക്കണം കേട്ടാ. വളരെ കുറവിലാണ് തീ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് വേവില്ല. ഇല്ലേ അപ്പൊ പിന്നെ ഇനി വേവാ. തീ കുറച്ചുണ്ണിയേ. തീ ഇല്ല. അച്ഛൻ ഇരുട്ടാവുമ്പോഴത്തീ വേഗത അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് അച്ഛൻ തീ കൂട്ടിട്ട് ചെയ്യാ. തീ കുറക്കി തീ കുറക്കി. ഇത് പ്ലേറ്റിലേക്ക് എടുത്ത് കഴിക്കണോട്ടെ ഞാൻ ഫസ്റ്റത്തെ. ഇനി സെക്കൻഡ് ഏതാ ആദ്യം കഴിഞ്ഞത്? ഏതായാലും നടക്കുന്നില്ല. എന്തുട്ടാ ഉദ്ദേശിച്ചേ? അല്ല ആദ്യം ഉണ്ടാക്കിയത് ആദ്യം വെക്കാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും അടിയിലല്ലേ ഇരിക്കണ്ടാവാ. തലതിരിച്ച് വയ്ക്കാൻ പറ്റില്ല. വെളിച്ചെണ്ണ തൂളിക്കാം. വെളിച്ചെണ്ണ വേണം നല്ലത് രസം ഉണ്ടാവുള്ളൂ ചേട്ടാ. നമ്മുടെ രണ്ടാമത്തെ ഇരിക്കണം കേട്ടാ. 6 സ്റ്റെപ്പ് ഇടും കിട്ടും, 6 അല്ലാത്തതും കിട്ടും ചേട്ടാ. ഇതൊരെണ്ണം. നമ്മളിത് വേവിക്കൽ കഴിഞ്ഞ് ഇരുട്ടായിട്ട് ഇവിടെ 6 സ്റ്റെഫിഡിന് കിട്ടി. 6 അല്ലാണ്ട് വെറുതെ ഇങ്ങനെ വെറുതെ പരത്തി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മാത്രം മതി. മറ്റേതിനാകുമ്പോ പണി കൂടുതലാ. ഇത് ഇങ്ങനെ മാത്രമാക്കിയിട്ട് വേവിച്ചാൽ രസം ഉണ്ടാവുന്നു. നമുക്ക് തിന്നല ഫ്രണ്ടിലേക്ക് പോകാം. അതെ. അപ്പോൾ നമ്മുടെ പ്രശസ്തമായ നമ്മുടെ സ്റ്റഫ്ഡ് പാലക് പൊറോട്ട എടുക്കാണ്. ഒരെണ്ണത്തിന് ഞങ്ങളുടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടാ. കഴിക്കാൻ പോകാൻ ടേസ്റ്റ് ഉണ്ടാവുന്ന ഉറപ്പാണ്. ഉറപ്പാണല്ലേ? അതെ. ജഗ് കഴിച്ചു ചൂടുണ്ടോ? വായ്പൊളിയാ. അങ്ങനെ തന്നെ രസല്ലേ? ചട്നി കൂട്ടി തന്നെ കഴിച്ചോ. എന്താ രസല്ലേ? ഒന്നും മിണ്ടാത്ത ഗോതമ്പ് ദോശ ടേസ്റ്റ്. കഷ്ടപ്പെട്ടിട്ട് പറയണു നോക്ക്. ഇത്രയധികം കഷ്ടപ്പെട്ടത് ഗോതമ്പ് ദോശക്ക് വേണ്ടിയായിരുന്നോ? നല്ല രസമുണ്ട്. ഇവനെ ജഗുവിനോട് ഒരിക്കലും അഭിപ്രായം ചോദിക്കില്ല. അതെ. ഗോതമ്പ് ദോശ മാറില്ലേ? അഭിപ്രായം മാറില്ലേ? വീട്ടിൽ തന്നെ കഴിയാം സാധനം. എൻ്റെ പാലൊക്കെ നിന്നെ കൊണ്ട് ഇത്രയ്ക്കധികം. മറ്റേ ചപ്പാത്തി എടുത്താ ഒന്നും ചെയ്യാത്ത ചപ്പാത്തി എടുത്താ മതി മതി മതി. ഈ സാധാ ചപ്പാത്തിയില്ലേ സ്റ്റഫ് ചെയ്യാത്തത് അതെങ്ങനെ നോട്ടെ. അത് ഒരെണ്ണാട്ടെ വേവിച്ചിട്ടുള്ളൂ. ബാക്കി വേവിച്ചിട്ടില്ല. ഇരുട്ടായി തുടങ്ങി. രസമുണ്ട്. ഇതും രസമുണ്ട്. ഇല്ലേ നമ്മൾ പാലൊക്കെ അരച്ചില്ലേ
അതിൽ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും ഇത്തിരി നല്ല ജീരകവും ഒക്കെ ഇട്ട് അരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെറുതെ വരത്ത ഈ ഇതൊന്നും ഇല്ലാണ്ട് നല്ല സ്റ്റഫ് ചെയ്യണ്ട. ഞങ്ങളൊരു ദിവസം കണ്ണംകുളങ്ങരയ്ക്ക് പോയപ്പോൾ തുന്തുര അവിടെ വാവ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഈ ഇത് ഷോപ്പൊക്കെ തുടങ്ങണതിൽ മുന്നാട്ടാ. അവൾ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കുകയാണ് ഈ ചപ്പാത്തി, സാധാ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് റോൾ ചെയ്തിട്ട് ഇതിട്ടിട്ടാ പനീർ. ഞങ്ങൾ ആ ചെന്ന സമയകാരം ഞങ്ങൾക്കും കിട്ടി. അത് പക്ഷേ പാലക്കിൻ്റെ വലിയ പാലക്കെന്ന് പറയുന്നത് ഇപ്പോഴും പനീറിൻ്റെ വലിയ പീസ് ഇട്ടിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് സാധനം. അപ്പോൾ പാലക്ക് എല്ലാവർക്കും വെക്കേണ്ട വിധം പറഞ്ഞുതരാം. പാലക്ക് കൃഷി എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ചു തരും. പാലക്ക് തൈ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്താം. നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടിപൊളി സാധനം. അപ്പോൾ അടുത്ത വീഡിയോയിട്ടാണ് അവർ. നന്ദി, നമസ്കാരം.